സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടർ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം ആയിരുന്നു അവസാനമായിട്ട് ചിന്തിച്ച വേദഭാഗം. 11-ാം അധ്യായത്തിൽ ഇയ്യോബിന്റെ സുഹൃത്തായ നയമാത്യനായ സോഫാർ ഇയ്യോബിനെ വിടുവായൻ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെടുത്തിയിട്ട് അവസാനം സോഫാർ വലിയൊരു ഉപദേശമെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. 13 മുതലുള്ള വാക്യങ്ങൾ അങ്ങനെയാണ്: നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ഇയ്യോബിന് കൊടുക്കുന്ന ഉപദേശമാണ്, സോഫാർ കൊടുക്കുകയാണ്. നീ നിന്റെ അകൃത്യത്തിന്റെ വഴികളെല്ലാം വിട്ടുതിരിയണമെന്നും നീ ദൈവത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഉയർത്തണമെന്നുമെല്ലാം പറഞ്ഞ് അദ്ദേഹം ഒരു ഉപദേശം കൊടുത്ത് അവസാനിക്കുകയാണ് ആ ഭാഗം. അതിനുശേഷം 12 മുതൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 12-ാമത്തെ അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. ഇത്തരം അധ്യായങ്ങൾ ഒന്നിച്ച് എടുക്കുന്നതിന്റെ കാരണം ഇതെല്ലാം ഒരേ പാറ്റേണിൽ പോകുന്നതാണ്. കാരണം ഇയ്യോബ് അദ്ദേഹം നീതിമാനാണെന്ന് സമർത്ഥിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ അവര് 3 പേരും ചേർന്ന് ഇയ്യോബ് പാപിയാണ്, ഇയ്യോബിന്റെ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇയ്യോബിന്റെ മക്കളുടെ പാപം കൊണ്ടാണ് ഈ അവസ്ഥ വന്നതെന്ന് അവനോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരേ പാറ്റേണിൽ ഉള്ള കാര്യങ്ങളാണ്. ഈ 12 അധ്യായങ്ങളിൽ ഇത് വായിച്ചപ്പോ എന്നെ സ്ട്രൈക്ക് ചെയ്ത ചില വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ 12-ാം അധ്യായത്തിന്റെ ആരംഭം ഒന്ന് വായിക്കുകയാണ്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ: ഓഹോ, നിങ്ങൾ ആകുന്നു വിദ്വജനം. നിങ്ങൾ മരിച്ചാൽ ഞാനും മരിക്കും. നിങ്ങളെ പോലെ എനിക്ക് ബുദ്ധിയുണ്ട്. നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല. ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത്? അപ്പൊ ഈ സോഫാർ, അതുപോലെ തന്നെ ബിൽദാദും എലീഫസും എല്ലാം നിരന്തരം വാക്കുകൾ കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവരോട് മറുപടി പറയുകയാണ്. ഒരല്പം പരിഹാസ രൂപേണയാണ് പറയുന്നത്. ഓഹോ, നിങ്ങൾ ആകുന്നു വിദ്വജനം. നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം അവസാനിക്കും എന്നെല്ലാം പറഞ്ഞ് അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അതിനുശേഷം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർത്തു. ഇയ്യോബിന്റെ മനസ്സിലെ ഒരു വലിയ വേദന അദ്ദേഹം പങ്കുവെക്കുകയാണ്. ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച് ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം പ്രയാസമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ദൈവത്തെ വിളിച്ച് രാവും പകലും ജീവിതത്തെ ശോധന ചെയ്ത് മക്കൾ പാപം ചെയ്താൽ അതിനുവേണ്ടി എല്ലാ സമയങ്ങളിലും ബലിയർപ്പിച്ച് ദൈവത്തിന്റെയും സാത്താന്റെ പോലും സാക്ഷ്യം സ്വീകരിച്ച് അങ്ങനെ ഒരു നിർമ്മല ഹൃദയമുള്ള ഒരു മനുഷ്യന് പരിഹാസങ്ങളും
അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ, പരിഹാസം എന്ന് പറയാൻ അതിന്റെ തീവ്രത എത്ര വലുതാണെന്ന് നമ്മൾ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. മക്കളെല്ലാം മരിച്ചു പോകുന്നു, ഭാര്യ പറയുകയാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. ഭാര്യ പറയുന്നുണ്ട്, ഇനിയും നീ ദൈവഭക്തി മുറുകെ പിടിക്കുകയാണോ? പോയി തൂങ്ങിച്ചാവാനായിട്ട് സ്വന്തം ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ 7 ദിവസം കൂടി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിലും പിന്നീട് ഇയ്യോബ് അദ്ദേഹത്തിന്റെ കഷ്ടത നിമിത്തം അദ്ദേഹത്തിന്റെ ജന്മ ദിവസത്തെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയൊക്കെ അദ്ദേഹം നിരാശയോടുകൂടെ സമീപിച്ച് അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിനെതിരായിട്ട് സംസാരിക്കുകയാണ്. നിന്റെ പാപം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, നീതിമാനായി ജീവിച്ച് ആരാ നശിച്ചു പോയിട്ടുള്ളതെന്നെല്ലാം പറഞ്ഞ് നിരന്തരം അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു വലിയ വേദന അദ്ദേഹം പങ്കുവെക്കുകയാണ്. ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ചവനാണ് ഞാൻ, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ജീവിത സഖിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് പരിഹാസ വിഷയമായി തീർന്നിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ, എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലെല്ലാം ഞാൻ ഇന്നൊരു പരിഹാസ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇയ്യോബ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടുകൂടെ സംസാരിക്കുന്ന ഒരു സംസാര വിഷയമായി ഞാൻ മാറിയിരിക്കുകയാണ്. നീതിമാനും നിഷ്കളങ്കനുമായി ഒക്കെ ജീവിച്ചിട്ടും എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള വലിയൊരു ദീനരോധനം അദ്ദേഹം ഇവിടെ പങ്കുവെക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവഭക്തിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് പരിഹാസമേൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നോക്കിയാൽ മതി. ദൈവസ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ നീതി നിറഞ്ഞ, വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച പലർക്കും പരിഹാസങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വേദന തോന്നും. കാരണം യേശുവിന് വേണ്ടി ജീവിതത്തിന്റെ സർവ്വസുഖങ്ങളും ജീവിതത്തിന്റെ എല്ലാ നന്മകളും വിട്ടെറിഞ്ഞ് ഏത് ദേശമാണെന്ന് പോലും അറിയാതെ നേരത്തിന് ഭക്ഷണമോ മാറി ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ നല്ല ഇടങ്ങളോ ഇല്ലാതെ ജീവിതത്തെ പരിപൂർണമായിട്ടും സമർപ്പിച്ച ശിഷ്യന്മാർ ഏറ്റെടുക്കേണ്ടി വന്ന പരിഹാസങ്ങൾ എത്രയധികമാണ്. യഹൂദന്മാർ എവിടെ ചെന്നാലും അവർ വളഞ്ഞുകൂടി പരിഹസിക്കുകയും അവരെ പരമാവധി ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും അവര് മക്കദോനിയയിലേക്ക് പോകാൻ പദ്ധതിയിടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തടയുന്നുണ്ട്. അതിനുശേഷം അവര് ഫിലിപ്പിയ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവിടെ ഭൂതബാധയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ഭാവി പ്രവചിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ആ പൈശാചിക ബാധയെ ഒഴിവാക്കിയതിന്റെ പേരിൽ ആ ദേശനിവാസികൾ ചേർന്ന് പൗലോസിനെയും ശീലാസിനെയും വഴിയിലൂടെ വലിച്ചടച്ച് എത്രമേൽ പ്രഹരങ്ങൾ കൊടുത്ത് അവരെ കാരാഗ്രഹത്തിൽ ആക്കിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവർ ഇവിടെ ഒന്നും പക്ഷെ അവരൊന്നും വിശ്വാസം ത്യജിച്ച് കളയുന്നില്ല എന്നതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇയ്യോബും ഇങ്ങനെ നിരാശയുടെ വാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും പ്രത്യാശയുണ്ട്. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് പരിഹാസ വിഷയമായി തീരുന്നത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, യേശു ഈ ലോകത്ത് പരിഹാസ വിഷയമായി തീർന്നായിരുന്നു. അതായത് കാൽവറി കുന്നിലേക്ക് കുരിശുമേന്തി നടക്കുന്ന യേശു, റോമാ ഗവൺമെന്റിന്റെ കാലഘട്ടം വരെ കുരിശ് ഒരു നിന്ദ്യ വസ്തുവായിരുന്നു. ഈ നിന്ദ്യമായ വസ്തു പേറി യേശു മുന്നോട്ട് പോകുന്നു. പിന്നീട് വിവസ്ത്രനായി യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. അങ്ങനെ യേശു പരിഹാസ വിഷയമാകുന്നുണ്ട്. യഹൂദന്മാര് അതിനു മുമ്പ് ഹന്നായുടെയും കയ്യപ്പായുടെയൊക്കെ ഭവനത്തിൽ വെച്ച് പരിഹസിക്കുന്നുണ്ട്. പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ യേശു പരിഹാസ വിഷയമായി തീർന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവരും ഈ ലോകത്തിൽ ഒരുപക്ഷെ പരിഹാസ വിഷയമായി തീരാൻ ദൈവം അനുവദിച്ചേക്കാം. യേശു തന്നെ പറയുന്നുണ്ട്, നിത്യജീവനിലേക്കുള്ള വഴി അത് വിശാലമായ വഴിയല്ല, അത് ഇടുങ്ങിയ വഴിയാണ്. അതിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും,
ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് യേശു തന്നെ വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോടും ക്രൈസ്തവ സമൂഹത്തോടും എല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ദൈവത്തോട് ചേർന്ന് നിന്ന വിശുദ്ധിയുടെ നല്ല അടയാളങ്ങളായിരുന്ന അനേകരുടെ ജീവിതത്തിൽ പരിഹാസങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വലിയ സഹനങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടായി എന്ന് അത് നമ്മളിതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും, നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറി പോകാതിരിക്കാനും ഈ ഭാഗങ്ങളെല്ലാം നമ്മളെ സഹായിക്കണമെന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അധ്യായം മുഴുവനും, അദ്ദേഹത്തിന്റെ ഹൃദയ നൊമ്പരങ്ങൾ, ആ അധ്യായവും 13-ാം അധ്യായവും ഇയ്യോബ് 13-ഉം 14-ഉം, ഈ 3 അധ്യായങ്ങൾ അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. ആ 4-ാമത്തെ വാക്യം മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ. അടുത്തത് 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ എന്നെ കൊന്നാലും വായിച്ചു, ആരെങ്കിലും ഒരാൾ വായിക്കണേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മതി, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവർ, എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ പോയ മനുഷ്യനാണ്. എല്ലാം നഷ്ടപ്പെട്ടു, സ്വന്തം എന്ന് പറയാൻ ഇപ്പൊ ഒന്നുമില്ല, ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. എന്നിട്ട് ഇയ്യോബ് പറയുന്നത് എന്താണ്? അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, നിരാശയുടെ ഒത്തിരി വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തോട് മറുതലിക്കുന്നുണ്ട്, ദൈവത്തോട് പെറുപെറുക്കുന്നുണ്ട്, ദൈവത്തോട് അദ്ദേഹം കലഹിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്നിട്ടും പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഏതു സഹനവും ഞാൻ സ്വീകരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഏറ്റുപറയുന്ന സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട ഒത്തിരി വ്യക്തികളെ നമുക്ക് ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, സഭാ ചരിത്രത്തിൽ സഭാപിതാവായിരുന്ന തീക്കെടുത്ത മോർ ഇഗ്നാത്തിയോസ്, അദ്ദേഹത്തിന്റെ നമുക്കറിയാം അന്തോക്യയിലെ 2ാമത്തെ പാത്രിയർഗീസ് ആയിരുന്നു മോർ ഇഗ്നാത്തിയോസ്. അദ്ദേഹത്തിന്റെ ജീവിതം, അതിന്റെ അന്ത്യ സമയം എന്ന് പറയുന്നത് സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയും സിംഹങ്ങൾ കടിച്ചു കയറി കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് അറിയാമോ? അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ പറയുകയാണ്, ഇതാ ഞാൻ യേശുവിന്റെ മുമ്പാകെ വിശുദ്ധ കുർബാന അപ്പം പോലെ എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടാനായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം, ഒരു കുർബാന അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും അറിയുമായിരിക്കും. കാരണം ഗോതമ്പ് അങ്ങനെ തന്നെ അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. ഗോതമ്പ് ആദ്യം എന്ത് ചെയ്യണം? അത് പൊടിക്കണം, അതൊരു പ്രോസസ്സാണ്. അതിനുശേഷം ആ സാധനം തലേദിവസം കുഴച്ച് വെക്കണം. കുഴച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെ കുഴച്ച് വെച്ച് പിന്നീട് അതൊരു അച്ചിൽ പതിപ്പിച്ച് ഒരു രൂപം ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം അത് തീയുടെ മുകളിൽ പിടിച്ച് ചുട്ട് വേവിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ കുർബാനയിൽ പീലാസയിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു പുരോഹിതൻ പ്രാർത്ഥിച്ച് യേശുവിന്റെ ആശീർവദിച്ച് യേശുവിന്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇതേപോലെ ഇഗ്നാത്തിയോസ് എന്ന പിതാവ് പറയുകയാണ്, അദ്ദേഹം പറയാണ്, ഇതാ എൻ്റെ ജീവിതത്തെ വിശുദ്ധ കുർബാന അപ്പമാകാനായിട്ട് ഞാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ്. എങ്ങനെയാണ്? സിംഹത്തിന്റെ പല്ലുകൾക്കിടയിൽ കടന്ന് എൻ്റെ ശരീരം പൊടിഞ്ഞ് അതിനുശേഷം അത് കുഴഞ്ഞ് അതിൻ്റെ എല്ലാ സഹനങ്ങളുടെയും തീച്ചൂളയിലൂടെ കടന്നുപോയി എൻ്റെ ശരീരം ഒരു വിശുദ്ധ കുർബാനയപ്പം പോലെ അല്ലെങ്കിൽ ഒരു അമ്മീറ പോലെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യനാളിൽ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ പോളികാർപ്പസ് എന്ന് പറയുന്ന ഒരു വയോധികനായ ഒരു മെത്രാപ്പോലിത്ത, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, അദ്ദേഹത്തിന്റെ അടുത്ത് അന്നത്തെ രാജാവ് കുറെ ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. യേശുവിനെ തള്ളിക്കളഞ്ഞാൽ
ഈ ദേശത്തിന്റെ തന്നെ ഒരു വലിയൊരു രാജാവിന് ശേഷമുള്ള ഒരു സ്ഥാനമൊക്കെ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മോഹനസുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതെല്ലാം നിഷേധിച്ചു. എന്നിട്ട് ഒരു വലിയ തീക്കൂനക്കകത്തേക്ക് അദ്ദേഹത്തെ നടത്തി വിടുകയാണ്. ഈ പോകുന്ന സമയത്തൊക്കെ ഒത്തിരി ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നുണ്ട്, യേശുവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അവസാനം പ്രിയപ്പെട്ടവരെ, അദ്ദേഹം 87 വയസ്സുള്ള ഒരു പടുവൃദ്ധനായിരുന്ന ആ മെത്രാപ്പോലിത്ത പ്രാർത്ഥന കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ഒക്കെ ആർജിച്ചെടുത്ത വിശ്വാസം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ 87 വർഷം ഞാൻ യേശുവിനെ പിൻപറ്റി നടന്നവനാ. എനിക്കൊരു ദോഷവും യേശുവിനെ പിൻപറ്റിയതിന്റെ പേരിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി ഈ അഗ്നിച്ചൂളയിലൂടെ കയറി വെന്തിരിയുവാനായിട്ടാണ് കർത്താവ് എനിക്ക് അനുവാദം തന്നിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്നെ ആ വഴിയിലൂടെ നടത്തിക്കൊള്ളട്ടെ, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ തീക്കൂനയിലേക്ക് നടന്ന് അടുക്കുന്നതിനെ പറ്റി സഭാചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. ദാനിയേൽ 3-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. മതി. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വലിയൊരു സ്വർണ്ണബിംബം ഉണ്ടാക്കിയിട്ട് ഇനിയുള്ള അതിനെപ്പറ്റി പറയുന്നുണ്ട് 3 മാസം അങ്ങനെ എന്തോ ഒരു കാലാവധി പറയുന്നുണ്ട്. ഈ കാലഘട്ടം മുഴുവനും ഇനി ഈ പ്രതിമയെ മാത്രമേ, രാജാവിന്റെ മുഖഛായയുള്ള ഈ പ്രതിമയെ മാത്രമേ ആരാധിക്കാവൂ, അതിന് മാത്രമേ വന്ദനങ്ങളും സ്തുതികളും അർപ്പിക്കാവൂ എന്ന് പറഞ്ഞപ്പോ അതിനെ നിഷേധിക്കുന്ന 4 പേരുണ്ടായി. നമുക്കറിയാം ആരാണെന്ന്. ദാനിയേലും ശദ്രക്കും അതുപോലെ തന്നെ ആ പറയുന്ന ദാനിയേലിന്റെ 3 സുഹൃത്തുക്കളും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ചില യഹൂദന്മാര് വീണ് നമസ്കരിക്കാനായിട്ട് വിസമ്മതിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് ഇവരെ രാജാവ് മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം ഇവരെ പിടിക്കപ്പെട്ടു. അവരോട് നിങ്ങൾ ഈ പ്രതിമയെ നമസ്കരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു, പക്ഷെ സമ്മതിച്ചില്ല. എന്നിട്ട് വലിയൊരു തീച്ചൂള ക്രമീകരിച്ചു, അതിന് ശക്തമായ രീതിയിൽ അതിനകത്ത് തീ കൊടുത്തു. അതിനുശേഷം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, നിങ്ങൾ ആരെ ആശ്രയിക്കുന്നുവോ ആ യഹോവയായ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഈ സ്വർണബിംബത്തെ ആരാധിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതായത് ദൈവത്തിന് കഴിയും, ഇനിയിപ്പോ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്നാണ് പിന്നീട് പറയുന്നത്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വലിയ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന് സാധിക്കും, ഇനി ദൈവം അത് ചെയ്തില്ലെങ്കിൽ പോലും രാജാവെ, അങ്ങ് ഇവിടെ വെച്ചിരിക്കുന്ന അങ്ങയുടെ ദേവന്മാരെ അല്ലെങ്കിൽ ഈ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ഒരിക്കലും ഇതിനെ മാനിക്കുകയോ വന്ദിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല, ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തതായി ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? 3-ാം അധ്യായം. ഹബക്കൂക്ക് 3-ാം അധ്യായം 17 മുതൽ ഒന്ന് വായിക്കാമോ? ഹബക്കൂക്ക് 3-ാം അധ്യായം 17-ഉം 18-ഉം 18-ഉം വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. പറയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? മറ്റതോ നമുക്ക് സാധിക്കില്ല. കാരണം
തീച്ചൂളയിലേക്കൊക്കെ വലിച്ചെറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നാളെ ഒരു ജിഹാദി നമ്മുടെ കഴുത്തിനെ കത്തിവെച്ചിട്ട് നമ്മളെ യേശുവിന്റെ നാമത്തെ തള്ളി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളൊക്കെ അത് കുറെ ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കഴുത്തിറക്കാനും അല്ലെങ്കിൽ നമ്മുടെ ജീവന് വില പറയുവാനും നമ്മുടെ ദേവാലയത്തെ ചുട്ടരിച്ച് കളയുവാനും വിശ്വാസം ഇല്ലാതാക്കാനും തേച്ച് മായ്ച്ചു കളയാനൊക്കെയുള്ള ഒരു കാലഘട്ടം കടന്നു വരുന്നുണ്ട് എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ യേശുവിന്റെ നാമത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കണം. അതുമില്ലെങ്കിൽ ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. യോബ് പറയുന്നില്ല, അവൻ കൊന്നാലും ഞാൻ അവനെ തന്നെ ആശ്രയിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് വളർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവർ, ഇനി അങ്ങനെയുള്ള ഒരു കാലഘട്ടം താമസിയാതെ കടന്നു വരുമെന്ന് ഈ കാലഘട്ടത്തിലെ പ്രവാചക ദൗത്യമുള്ള അനേക സുവിശേഷകരും അതോടൊപ്പം തന്നെ വേദ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും എല്ലാം വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ പ്രിയപ്പെട്ടവരെ, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയണം. ആ സ്നേഹമാണ് ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മെ പര്യാപ്തരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. മീകാ പ്രവാചകന്റെ പുസ്തകം കൂടെ എടുക്കാമോ? മീകാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം എടുക്കാമോ? മീകാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? മീകാ 7-ന്റെ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായോളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. പ്രിയപ്പെട്ടവരെ, മീഖാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രത്യാശയുടെ വാക്കുകൾ പറയുകയാണ്. ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ, അതായത് സാത്താനെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണും എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഇങ്ങനെയുള്ള പ്രത്യാശയുടെ വാക്കുകൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ക്രിസ്ത്യാനികളിൽ നിന്നും കർത്താവായ യേശുവും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രത്യാശയുടെ വാക്കുകളാണ്. നമ്മുടെ സാഹചര്യങ്ങളൊന്നും എന്നും നമുക്ക് അനുകൂലമായി വരാൻ യാതൊരു സാധ്യതയില്ല. നാളെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിന്റെ, ഞെരുക്കത്തിന്റെ, പട്ടിണിയുടെ അല്ലെങ്കിൽ ഉപദ്രവത്തിന്റെ കാലഘട്ടമായിരിക്കാം. അന്ന് നമുക്ക് യേശുവിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് അവനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കണം. വിശുദ്ധ അൽഫോൻസാമയെ പോലെയൊക്കെ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കണം. പരിമല തിരുമേനിയെ പോലെ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയണം. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ സമ്പാദിച്ചെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ പ്രത്യാശയുടെ മനുഷ്യരായി തീരുവാൻ ഈ യോബിന്റെ പുസ്തകം, ഈ വാക്യം നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി 14-ാം അധ്യായം, അത് യോബ് പറയുന്നതാണ്. 14-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായം 4-ാമത്തെ വാക്യം. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അത് മതി. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഒരുത്തനും ഇല്ല. നമുക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഞാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 മക്കളുണ്ട്.
ഈ മക്കള് ഏത് തരത്തിലുള്ള വ്യക്തികളായി തീരുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ജീവിതം നോക്കിയാൽ മതി. ഞാൻ പാപത്തെ താലോലിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ അശുദ്ധിയിലേക്ക് ചായ്വുള്ള വ്യക്തിയാണെങ്കിൽ, എൻ്റെ മക്കളും 99% ആ വഴികളിലൂടെ തന്നെ കടന്നു പോകുവാനായിട്ടാണ് സാധ്യത. കാരണം മദ്യപാനത്തിന് താല്പര്യമുള്ള ഒരു അപ്പന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മക്കൾക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മദ്യപാനത്തിന്റെ ദുഷ്ടാരൂപി ആ കുടുംബത്തിൽ കുടികൊള്ളും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളെ അത് വിഴുങ്ങുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ഞാൻ പല മദ്യപാനികളുടെ മക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വളർന്നു വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആവില്ലെന്ന്. എന്നാൽ വളരെ അപ്പനെക്കാട്ടിലും ദാരുണമായ അവസ്ഥയിലേക്ക് അവര് കൂപ്പുകുത്തി വീഴുന്നത് കാണുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അതൊരു ദുഷ്ടാരൂപി ആ വീട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള വാതില് തുറന്നു കൊടുത്തു അപ്പനും അമ്മയും. പ്രിയപ്പെട്ടവരെ, പല മാതാപിതാക്കളും കുമ്പസാരിച്ച് പോയതിനു ശേഷം അവരുടെ മക്കൾ വന്ന് കുമ്പസാരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അപ്പനും അമ്മയും ചെയ്ത അതേ പാപങ്ങൾ ഈ മക്കൾ ആവർത്തിക്കുകയാണ്. ഇത് ഞാൻ ചിന്തിച്ചു, എന്താ ദൈവമേ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് ദൈവം തന്നൊരു ബോധ്യം ഇതാണ്: ഏത് പാപം ചെയ്യുന്നോ ആ പാപത്തിന്റെ അരൂപി ആ വീട്ടിലുണ്ട്. മക്കൾക്ക് തക്ക സമയത്ത് ഇതിന്റെ കെണിയിൽ ആര് പെടുത്തും? ഈ ദുഷ്ടാരൂപി പെടുത്തിക്കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ എന്ന് ഇയ്യോബ് ചോദിക്കുകയാണ്. അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുകയാണ്, ഒരുത്തനുമില്ല. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിൽ ജീവിച്ച്, മ്ലേച്ഛതയിൽ ജീവിച്ച്, ഈ ലോകമോഹങ്ങളിൽ മാത്രം പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, എൻ്റെ മക്കൾ നാളെ നന്നാവണമെന്നോ അവര് നാളെ വിശുദ്ധരാവണമെന്നോ അല്ലെങ്കിൽ അവര് നാളെ നല്ല വിശ്വാസികളും സാക്ഷ്യമുള്ളവരാണെന്നോ ഒന്നും ഞാൻ ശഠിക്കാനായിട്ട് പാടില്ല. കാരണം ഞാൻ എന്താണോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്താണോ അതാണ് അടുത്ത തലമുറയിൽ ഉണ്ടായി വരാനായിട്ടുള്ള സാധ്യത. ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിക്കോ, അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിശുദ്ധിക്ക് വില കൊടുത്ത ഏതെങ്കിലും ത്യാഗപൂർവം ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ ആയിരിക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് വായിച്ചാലും സാക്ഷ്യമുള്ള വിശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അതിനു മുമ്പ് ത്യാഗപൂർണമായ ഒരു ജീവിതം നയിച്ചതിന്റെ സമ്മാനമാണ് ഇന്ന് കാണുന്ന വിശുദ്ധരും ശുദ്ധിമതികളും എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത തലമുറകൾ വിശുദ്ധരാകണമോ? നമ്മൾ ഇന്ന് വിശുദ്ധരായി തീരണം. നമ്മുടെ ജീവിതം അശുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ട് മക്കൾക്ക് വേണ്ടി എത്ര നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ മക്കൾ വിശുദ്ധിയിലേക്ക് വളരില്ല. മറിച്ച് നിങ്ങളുടെയും എന്റെയും ജീവിതം വിശുദ്ധമായ പാതകളിലൂടെ നയിച്ചിട്ട് കർത്താവിനോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കള് തെറ്റിപ്പോകാതെ കർത്താവ് അവരെ പൊതിഞ്ഞു പിടിക്കും. അതുകൊണ്ട് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് വില കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണമേ. അടുത്തതായി അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ഇയ്യോബ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കുമോ? മറുപടി പറയാമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? തീർച്ചയായിട്ടും ജീവിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു കാൽവറി കുരിശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് രക്തം മുഴുവനും വാർന്നൊഴുകി മരണത്തിന്റെ ആ കയത്തിലൂടെ കടന്നുപോയി 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരും മാനവകുലം മുഴുവനും മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുമെന്ന് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇയ്യോബ് ചോദിക്കാനുള്ളൊരു കാരണം, പഴയ നിയമ കാലഘട്ടത്തിൽ പുനരുദ്ധാനത്തെ പറ്റിയൊക്കെ ചിന്താഗതികൾ ഉണ്ടെങ്കിലും
കുറെ വ്യക്തത ആ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി ഇല്ലായിരുന്നു. ഇതിന് കൂടുതൽ വ്യക്തതയും തെളിമയും വന്നത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുവിന്റെ നാവിലൂടെ പുറപ്പെട്ടു വന്ന വചനങ്ങളിലൂടെ, അല്ലെങ്കിൽ യേശുവിന്റെ ആത്മാവിൽ നിറഞ്ഞ ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിലൂടെയൊക്കെയാണ് അത് കൂടുതലായിട്ട് വെളിപ്പെട്ടു വന്നത്. ഈ മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ടെന്നും, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ഇന്ന് അഴുകി ഈ മണ്ണോട് ചേരുന്ന ഈ ശരീരം വീണ്ടും നമ്മൾ പ്രാപിക്കാൻ ഇടയായി തീരുമെന്നെല്ലാം വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 കോരിന്ത്യർ എന്നെടുക്കാമോ? 1 കോരിന്ത്യർ 15-ാം അധ്യായം എടുക്കാമോ? 1 കോരിന്ത്യർ 15-ാം അധ്യായം. നമ്മളിത് ശവസംസ്കാര ശുശ്രൂഷയുടെ 4-ാം ക്രമം അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നടത്തുന്ന അതിനകത്ത് സ്ലീഹ വായിക്കുന്ന ഭാഗമാണ്. പൗലോസ് സ്ലീഹയുടെ ഭാഗത്ത് വായിക്കുന്നതാണ് 1 കോരിന്ത്യർ 15-ാം അധ്യായം ആണ് അതിനകത്ത് നമ്മൾ വായിക്കുന്നത്. ആ സമയത്ത് നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ആഴമായിട്ട് ധ്യാനിക്കേണ്ട വേദഭാഗങ്ങളാണ്. 1 കോരിന്ത്യർ 15-ാം അധ്യായം 51-ഉം 52-ഉം വായിക്കാമോ? 1 കോരിന്ത്യർ 15-ാം അധ്യായം വായിച്ചോ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് പരിശുദ്ധനായ പൗലോസ് സ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊരു മർമ്മം വെളിപ്പെടുത്തി തരികയാണ്, ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അതായത് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ സമയത്ത് ഈ ഭൂമിയിൽ ജീവനോടുകൂടെ ആളുകൾ അവശേഷിക്കുമെന്ന് വെളിപാട് പുസ്തകത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗത്തും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ യേശുവിന്റെ വരവ്, അന്ത്യകാഹളം മുഴങ്ങും, പ്രധാന മാലാകമാർ അന്ത്യകാഹളം മുഴക്കും. ആ സമയത്ത് യേശുവിന്റെ അടയാളം ആകാശത്ത് വെളിപ്പെടും. ആ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എല്ലാവരും ആ സമയത്ത് എല്ലാവരും മരിക്കുകയില്ല. ആ സമയത്ത് ഇവിടെ ജീവനോടുകൂടെ ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അന്ത്യകാഹളം നാദത്തിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതായത് നൊടിയിട കൊണ്ട് മരണം വരിച്ച് പിന്നീട് പെട്ടെന്ന് തന്നെ ഉദ്ധാനം സംഭവിക്കും. അതായത് ഈ ഭൗമിക ശരീരം വിട്ട് സ്വർഗീയ ശരീരം സ്വീകരിക്കും. പിന്നീട് പറയുകയാണ്, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവരെല്ലാം എന്ത് ചെയ്യും? ഉയർപ്പിക്കപ്പെടും. ഇന്ന് നമ്മുടെ കുടുംബക്കല്ലറകളിലൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പൂർവികരെല്ലാം അവരുടെ അതേ ശരീരം എന്ന് പറയുമ്പോൾ ഈ ലോകപരമായ ശരീരമല്ല, അത് സ്വർഗീയ ശരീരം സ്വീകരിച്ച് അവരെല്ലാം ഉദ്ധാനം ചെയ്യുമെന്ന് വെളിപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം എടുക്കാമോ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലൊന്ന് വായിക്കാമോ? വെളിപാട് 20-ാം അധ്യായം 11 മുതലുള്ള വാക്യം. വെളിപാട് 20-ാം അധ്യായം 11 മുതലുള്ള വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവിധം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മനുഷ്യരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുവന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയെ തള്ളിയിട്ടു. മതി. അതായത് പ്രിയപ്പെട്ടവരെ, ഇത് യേശുക്രിസ്തുവിന്റെ അന്ത്യന്യായവിധിയെ പറ്റി വെളിപാട് പുസ്തകത്തിൽ യേശു തന്നെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അത് യേശുവാണ്. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ
ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അതായത് എല്ലാവരും സ്വർഗീയ ശരീരം സ്വീകരിച്ച് എല്ലാവരും ജീവനോടുകൂടി ഇരുന്നവരും ഒരു നൊടിയിട കൊണ്ട് മരിച്ച് അവരും സ്വർഗീയ ശരീരം സ്വീകരിക്കും. അതോടൊപ്പം തന്നെ മരിച്ച് മണ്ണിലേക്ക് അഴുകിച്ചേർന്നവർ, അതുകൊണ്ട് അവിടെ പറയുന്നത് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവരും ഉദ്ധാനം ചെയ്യും. ആദം മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയും എന്ത് സംഭവിക്കും? അവര് സ്വർഗീയ ശരീരം സ്വീകരിച്ച് യേശുവിന്റെ ന്യായാധിപ സഭയുടെ മുമ്പാകെ അല്ലെങ്കിൽ നീതിന്യായ പീഠത്തിന്റെ മുമ്പാകെ പോയി നിൽക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകം, സുവിശേഷം, പ്രത്യേകിച്ച് പുതിയ നിയമം, യേശുവിന്റെ ആത്മാവിന്റെ ചൈതന്യം ഒത്തിരി വെളിപ്പെടുത്തലുകൾ ഇതിനെപ്പറ്റി തരുന്നുണ്ട്. യേശു തന്നെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപമയുടെ രൂപത്തിൽ പറയുന്നുണ്ടല്ലോ, ധനവാന്റെയും ലാസറിന്റെയും അവസ്ഥ. അവരുടെ ജീവിതത്തിലും മരണത്തിന് അപ്പുറം മറ്റൊരു ജീവിത സാഹചര്യമുണ്ട്, ഒരു ജീവിത അന്തസ്സുണ്ടെന്നൊക്കെ യേശു തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇയ്യോബിന്റെ ചോദ്യം എങ്ങനെയാണ്? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിനുശേഷം അദ്ദേഹം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രത്യാശയ്ക്കനുസരിച്ച് അദ്ദേഹം പറയുകയാണ്, എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. അങ്ങനെ ഒരു ജീവൻ ഉണ്ടെങ്കിൽ, വീണ്ടും ഇനി ഒരു ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും അതിനു വേണ്ടി കാത്തിരിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയധികമായിട്ട് പറയണം കാത്തിരിക്കാമായിരുന്നു എന്ന്. കാരണം നമുക്ക് മുമ്പാകെ യേശുക്രിസ്തു വളരെ ശക്തമായ രീതിയിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട്, അല്ലെങ്കിൽ ഒരു ജീവിതമുണ്ടെന്ന്. അത് ദൈവത്തോടു കൂടെയോ അല്ലെങ്കിൽ സാത്താന്റെ കൂടെ നരകത്തിലോ എങ്ങനെയാണെന്നുള്ളത് അവനവന്റെ പ്രവൃത്തികൾക്കനുസരിച്ചാണെന്ന് ഈ വെളിപാട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതോടുകൂടെ ആ അധ്യായം വിടുകയാണ്. 15-ാം അധ്യായം തേമാന്യനായ എലിഫസ് അതിനുള്ള മറുപടികൾ കൊടുക്കുകയാണ്. 16-ാം അധ്യായത്തിൽ ഇയ്യോബ് അദ്ദേഹത്തോട് ഉള്ള മറുപടികൾ കൊടുക്കുകയാണ്. ഇതെല്ലാം മറ്റതെല്ലാം ഇയ്യോബിനെതിരെ സംസാരിക്കുന്നു. ഈ 16-ാം അധ്യായത്തിൽ ഇയ്യോബ് തന്നെ ന്യായീകരിക്കുന്നു. അതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് ഒരു വാക്യം ചിന്തിക്കാം. 16-ാം അധ്യായം 19-ാമത്തെ വാക്യം, 16-19 ഒന്ന് വായിക്കാമോ? ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എന്റെ സ്നേഹിതൻ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ഇയ്യോബ് ആരെ പറ്റി പറഞ്ഞതായിരിക്കാമെന്ന് അറിയാമോ? പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്ക് ശക്തമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു കാവൽ ദൂതൻ ആർക്കുണ്ട്? അത് പുതിയ നിയമ കാലഘട്ടത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കാവൽ ദൂതൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബ് പറയുകയാണ്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സംരക്ഷിച്ചുകൊണ്ട് ഒരാള് ഉണ്ടെന്ന് അദ്ദേഹം പ്രത്യാശിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന് വേറൊരു കാഴ്ചപ്പാടും പുതിയൊരു മാനവും യേശുവിന്റെ വാക്കുകളിലൂടെ ലേഖനങ്ങളിലൂടെ പൗലോസ്ലീഹയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞ പോലെ നമ്മളും പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്ന് നമ്മൾ പറയേണ്ട സാഹചര്യമാണ്. കാരണം റോമർ എന്നെടുക്കാമോ? റോമർ, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം എടുക്കാമോ? 8-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ലഭിക്കും. റോമർ 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ക്രിസ്തുവേശു ശിക്ഷ വിധിക്കുന്ന ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം നടത്തുകയും ചെയ്യുന്നു. യേശു ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുക്രിസ്തു ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുക്രിസ്തു ഇപ്പോ ദൈവപിതാവിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ്.
അദ്ദേഹം വെറുതെ ഇരിക്കുകയാണോ? ആണോ? യേശു വെറുതെ ഇരിക്കുകയാണോ? അല്ല. അല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എൽദോസച്ചൻ ഒരു പാപം ചെയ്തു കഴിയുമ്പോ ദൈവപിതാവിന്റെ കോപം ജ്വലിക്കും. ഒരു സംശയവുമില്ല, ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ കോപം പെട്ടെന്ന് ജ്വലിക്കും, പിതാവിന്റെ കോപം ജ്വലിക്കും. പക്ഷെ ആ സമയത്ത് പുത്രനായ യേശു എന്ത് ചെയ്യുമെന്ന് അറിയാമോ? യേശു തന്റെ തിരുമുറിവുകൾ കാണിക്കും. പിതാവേ, ഇത് ആ അച്ഛന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനങ്ങളാണ്. യേശുവിന്റെ രക്തം യേശു കാണിച്ചു കൊടുക്കും. പിതാവേ, ആ അച്ഛന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾക്കും പിഴകൾക്കും വേണ്ടി ഞാൻ ചിന്തിയ രക്തമാണ്. എൻ്റെ ജീവൻ അവന് വേണ്ടി ഞാൻ ചിന്തിയതാണ്. അതുകൊണ്ട് പിതാവേ, അവനോട് ക്ഷമിക്കണമേ. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഉണ്ടാകുമ്പോ ദൈവകോപം ജ്വലിക്കും, സാത്താന്റെ പ്രേരണ ഉണ്ടാകും. അതായത് ഈ ഇയ്യോബ് നീതിമാനായിരുന്നിട്ട് പോലും ഇയ്യോബിനെ തകർക്കാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചെങ്കിൽ നമ്മുടെയൊക്കെ നിസ്സാര പാപങ്ങൾ വെച്ച് എന്തുമാത്രം സാത്താൻ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നേരത്തെ നമ്മൾ ചിന്തിച്ചതായിരുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ യോശുവ എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതനെതിരെ ദൈവസന്നദ്ധിയിൽ ഈ സാത്താൻ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം ദൈവം ആ യോശുവായെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് യോശുവായെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പാപങ്ങളും തിന്മകളും വെച്ച് സാത്താൻ രാപ്പകൽ 24 മണിക്കൂറും ദൈവസന്നദ്ധിയിൽ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ നീതി നിവർത്തിക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോ യേശു എന്ത് ചെയ്യും? ദൈവപിതാവിന്റെ മുമ്പാകെ അറുക്കപ്പെട്ട കുഞ്ഞാടായി അവിടെ നിന്ന് കർത്താവായ യേശു അവന്റെ മുറിവുകൾ കാണിച്ച്, അവന്റെ രക്തം കാണിച്ച്, അവന്റെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഏറ്റ എല്ലാ പ്രയാസങ്ങളും ദുഃഖഞെരുക്കങ്ങളും കാണിച്ച് നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ഓരോ നിമിഷവും 24 മണിക്കൂറും യേശു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനെ ഉള്ളൂ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിന് മാത്രമേ ഈ ഒരു യോഗ്യതയുള്ളൂ. മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് വേണ്ട എന്നോ അല്ല പറയുന്നത്. പക്ഷെ യേശുവിന്റെ മധ്യസ്ഥതയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്തെ നിലനിർത്തുന്നത്. കാരണം ഈ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ കുറച്ച് പുസ്തകങ്ങൾ കഴിയുമ്പോൾ മനുഷ്യന്റെ അകൃത്യം പെരുകിയത് കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ടുമെന്ന് നമ്മൾ കാണുകയാണ്. നോഹയുടെ, എനിക്ക് തോന്നുന്നു 46-ാം അധ്യായമൊക്കെ എത്തുമ്പോൾ തന്നെ നോഹയുടെ കാലഘട്ടത്തിലാകുമ്പോഴത്തേക്കും ജലപ്രളയ നിമിത്തം ഈ ഭൂമുഖത്തെ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഈ കാലഘട്ടം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതിൻ്റെയൊക്കെ 1000 ഇരട്ടി പാപത്തിലും മ്ലേച്ഛതയിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകം നശിക്കാത്തതെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. യേശു ദൈവപിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മാനവകുലത്തിന് വേണ്ടി ഓരോ നിമിഷവും അവിടുന്ന് മധ്യസ്ഥത അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നുവെന്ന് ഇയ്യോബ് പഴയ നിയമ കാലഘട്ടത്തിൽ അദ്ദേഹം കാവൽമാരാകെ പറ്റി ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് വേറൊരു മാനവും വേറൊരു അർത്ഥവും കടന്നു വരികയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവാണ് ഈ ജാമ്യക്കാരൻ. യേശുക്രിസ്തുവാണ് സ്വർഗത്തിലെ നമ്മുടെ സാക്ഷിയായിരിക്കുന്നവനെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് 17-ാം അധ്യായത്തിലും ഇയ്യോബിന്റെ തന്നെ വാക്യങ്ങളാണ്. 18-ാം അധ്യായം ശൂഹ്യനായ ബിൽദാദ് അതിന് മറുപടി കൊടുക്കുന്നു. 19-ാം അധ്യായം ഇയ്യോബ് മറുപടി പറയുകയാണ്. പിന്നീട് ഇതെല്ലാം ഒരേ പാറ്റേൺ ആണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇയ്യോബ് സ്വയം നീതീകരിക്കാനായിട്ട് പരിശ്രമിക്കും. ബാക്കിയുള്ളവരെല്ലാം വിമർശനവും കളിയാക്കലുകളും പരിഹാസങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 21 അധ്യായം ഇയ്യോബ് പറയുന്നതാണ്. 22-ാം അധ്യായം അവിടെ തേമാന്യനായ ഏലിഫസ് ഇയ്യോബിനോട് മറുപടി പറയുന്ന ഒരു ഭാഗമാണ്. അതിന്റെ
22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അത് ഇയ്യോബിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. നമുക്കൊക്കെ ഒരു നല്ല നിർദ്ദേശമായിട്ട് തോന്നിയത് കൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്നുപൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനടിയിലും ഇട്ടുകളയുക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. ദൈവത്തിങ്കലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, എലീഫസ് എന്ന സുഹൃത്ത് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതായത് നമ്മൾ നാളെ ദൈവമാതാവിന്റെ ജനന പെരുന്നാള് ആഘോഷിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ സഭ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭ മുഴുവനായും പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാള് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും നാളെയുമായിട്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ഇവിടെ പറയുന്ന ഒരു വചനമുണ്ട്, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇത് മാതാവിന്റെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നവളായിരുന്നു ആര്? കന്യക മറിയം അമ്മ. എന്തുകൊണ്ടാണ് വചനം ഹൃദയത്തിലാകണമെന്ന് പറയുന്നത് അറിയാമോ? അതിന് കുറെ കാര്യങ്ങളുണ്ട്. വചനം ഹൃദയത്തിലായാലേ വിശ്വാസം ജ്വലിക്കുകയുള്ളൂ. വചനത്തിനകത്തുള്ള ആത്മാവ് നമ്മുടെ ഉള്ളിലാവുകയുള്ളൂ. വചനത്തിനകത്തുള്ള ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ വചനം സംഗ്രഹിക്കണം ഹൃദയത്തിൽ. അതായത് ഹൃദയത്തിൽ എഴുതി വെക്കണം. നമ്മുടെ ഹൃദയത്തിൽ പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും ഒരു 10 വചനങ്ങളും പറയാനായിട്ട് നമുക്ക് കഴിയണം. അത്രമേൽ ബൈഹാർട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? വചനം ഉണ്ടായിരിക്കണം. ഇനി വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാലുള്ള ഒരു ഗുണം 119-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ സങ്കീർത്തനക്കാരൻ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. 119-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. 119 വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. എന്താ ചെയ്തിരിക്കുന്നത്? പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഭയങ്കരമായിട്ട് മസിൽ പിടിക്കും, അല്ലെ? പാപത്തിനെതിരെ പരമാവധി പോരാടാനായിട്ട് ശ്രമിക്കും. അതായത് ഇനി ആരുടെയും കുറ്റം പറയില്ല, ആരുടെയും കുറവ് ചിന്തിക്കില്ല, പിന്നെ ആരോടും വഴക്കു കൂടാനായിട്ട് പോവില്ല, അല്ലെങ്കിൽ ജഡത്തിന്റെ ദുർവികാരങ്ങളെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കും, അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കും, ഇനി ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കും, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ഇനി വഴക്ക് കൂടില്ല. ഇങ്ങനെയുള്ള ഒത്തിരി തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ 3-ാം ദിവസം പഴയതിനെക്കാട്ടിലും വലിയ പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ സങ്കീർത്തനക്കാരനാണ് അതിന് മറുപടി പറയുന്നത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം ചങ്കിനകത്ത് നിറയുന്നതിനനുസരിച്ച് പാപം ഇറങ്ങിപ്പോകും. അതായത് വചനം എന്താണ്? വെളിച്ചമാണ്. വചനം വാളാണ്. ഇത് വന്നു കഴിയുമ്പോൾ, ഈ വാള് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് സന്ധി മജ്ജകളിലും അല്ലെങ്കിൽ ആത്മാവിലും ഹൃദയത്തിലും എല്ലാം തുളച്ചിറങ്ങുമെന്നാണ് എബ്രായർ 12-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്. 6-ാം അധ്യായത്തിലാണോ 6-ലാണോ 12-ലാണോ നോക്കിയിട്ട് പറയാം. വചനത്തെ പറ്റി പറയുന്നുണ്ട്. എബ്രായർ 12-ാം അധ്യായമാണ്. എബ്രായർ 12-ാം അധ്യായമല്ല, 6-ാം അധ്യായത്തിൽ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഏതൊരു 12 എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വെറുപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അതായത് ലിവിങ് ആണ്, ആക്റ്റീവ് ആണ്. ജീവനുണ്ട് അതിനകത്ത്, അത് ചൈതന്യമുള്ളതാണ്, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഈ ഈ അനേകം മലിന ജീവിതത്തിലൂടെ കടന്നുപോയവർ, കൊടും ക്രിമിനലുകളായിരുന്നവര് വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ വചനത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിനും മറ്റൊരു പുസ്തകത്തിനും ഇതുപോലെ മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വചനം, ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ആത്മാവുണ്ട്. ഇത് കേൾക്കുന്നവരിൽ രൂപാന്തരം വരുത്താൻ കഴിയുന്നതാണ് ഈ വചനം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് വചനം എത്രയധികം ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നോ അതിനനുസരിച്ച് പാപം ഇറങ്ങിപ്പോകും, അന്ധകാരം ഇറങ്ങിപ്പോകും. അതുകൊണ്ട് വേദപുസ്തകം നന്നായിട്ട് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം 23-ാമത്തെ വാക്യം, 22-23, സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരത്തിൽ നിന്ന് അകറ്റിക്കളയും, നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളയുക. അത് അർത്ഥമാക്കുന്നത്, നീ എന്തിനാണോ വില കൊടുക്കുന്നത്, ദൈവത്തെക്കാൾ ഉപരി നീ പൊന്നായിട്ടോ അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ടോ എന്താണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതെല്ലാം നീ ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും, നിന്റെ ദൈവം നിനക്ക് സർവവും ആയിത്തീരുമെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തെങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും, നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. അതായത് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമുക്ക് നടന്നു കിട്ടുമെന്നെല്ലാം ഇവിടെ വചനത്തിൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കുറച്ച് വാക്യങ്ങൾ മാത്രം എടുത്താണ് ഞാനത് നിങ്ങളോട് പറഞ്ഞത്. കാരണം എന്നെ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് വാക്യങ്ങളാണ്. മറ്റേതെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രചോദനം ഉണ്ടാകുകയാണെങ്കിൽ ആ വാക്യങ്ങൾ കൂടെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നോട് നേരിട്ട് കണ്ട് പറയുകയോ ചെയ്താൽ എനിക്കും അത് ഉപകാരമായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ 22 വരെയുള്ള അധ്യായങ്ങൾ ചിന്തിച്ചു. ഇനി തുടർന്ന് ഇതുപോലെ ഒരു 10-15 അധ്യായങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചിന്തിക്കാനായിട്ട് 42 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ഒരു പരിശ്രമം നടത്തും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അടുത്ത ആഴ്ചക്കുള്ളിൽ ഈ ഇയ്യോബിന്റെ പുസ്തകം മുഴുവനായിട്ടൊന്ന് വായിച്ച് തയ്യാറാവാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ യേശുവിന്റെ അമ്മയുടെ, യേശു നമുക്ക് ദാനമായിട്ട് നൽകിയ സ്വർഗീയ മാതാവിന്റെ ജനന പെരുന്നാളാണ്. അമ്മയുടെ വലിയ മാധ്യസ്ഥവും അമ്മയുടെ സാന്നിധ്യവും ഒക്കെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാളത്തെ വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം അനുഗ്രഹമായി തീരാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.